കുടുംബജീവിതത്തിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലും അസമാധാനമുണ്ടാക്കുന്ന ചില ആശയങ്ങളുണ്ട്. നമ്മുടെ മനസാക്ഷിയിൽ കടന്നുകൂടിയിട്ടുള്ള ഇത്തരം തെറ്റായ ബോധ്യങ്ങളെ നമുക്ക് പിഴുതെറിയാം. നമ്മിലെ അന്ധതയെ പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിന പ്രവൃത്തികളിൽ പലതും നമ്മുടെ ബുദ്ധിയും ബോധ്യവും അനുസരിച്ചൊന്നും അല്ല നടക്കുന്നത്. മറിച്ച് മറ്റെന്തോ കാര്യം നമ്മുടെ അബോധ മനസ്സിൽ കിടക്കുകയാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അതിൻ്റെ പകുതി പറയാം, ബാക്കി നിങ്ങൾ പറയും കേട്ടോ. ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ മാതിരിയാ. ഒന്നുള്ളതിനെ എല്ലാവരും എന്ന് പറഞ്ഞേ ഒലക്ക കൊണ്ടടിക്കും. കണ്ടോ, എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഒരു തിരുവചനം ബൈ ഹാർട്ട് ആർക്കും അറിയില്ല. ഒരു തിരുവചനം പറയുകയാണെങ്കിൽ ഇതുപോലെ അത് കംപ്ലീറ്റ് ആക്കൂല ആരും. പക്ഷേ ഇത്തരത്തിലുള്ള ചില സിദ്ധാന്തങ്ങൾ നമ്മുടെ ഉള്ളിലിങ്ങനെ കിടക്കുകയാണ്. ഒന്നുള്ളതിനെ ഒലക്ക കൊണ്ടടിക്കണം. ഒന്ന് ആലോചിച്ച്, ഇതെവിടെ നിന്നാണ് അടിക്കുകയും ചെയ്യും. കാരണം ഈ സിദ്ധാന്തമാണ് അടിക്കുന്നത്, നമ്മളുള്ള മനസാക്ഷി അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളെ ഒരു പരിധിവരെ, നമ്മുടെ കുടുംബങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധത്തിനെയും അപവിത്രമാക്കുന്നത് അല്ലെങ്കിൽ അസമാധാനം ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ചില സിദ്ധാന്തങ്ങളാണ്. അഥവാ നമ്മുടെ ബാല്യകാലത്തോ മറ്റുള്ളവരിൽ നിന്നോ എല്ലാം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ചില തെറ്റായിട്ടുള്ള ബോധ്യങ്ങളാണ്. അത് നമ്മുടെ മനസാക്ഷിയിലാണ് കടന്നുകൂടിയിരിക്കുന്നത്. ആ മനസാക്ഷിയിൽ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ബോധ്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തെ നയിക്കുന്നത് ആ ബോധ്യങ്ങളായിരിക്കും. അത് അധികവും നമ്മുടെ കാലഘട്ടങ്ങളിൽ നമ്മളിൽ കടന്നു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ഈശോ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് നട്ടതല്ലാത്ത ചെടികളെല്ലാം ഞാൻ പിഴുതു മാറ്റും എന്ന്. ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. തുടർന്ന് വായിക്കാം. അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. തുടർന്ന് അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. ഈ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരണമേ എന്ന് പത്രോസ് അപേക്ഷിച്ചു. ഓക്കെ, ഒരു തരത്തിലുള്ള അന്ധതയാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കുടുംബത്തെയോ നമ്മുടെ വരാനിരിക്കുന്ന തലമുറയെയോ നയിക്കുക സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിലുള്ളൊരു ഉത്തരവാദിത്വം ഭാര്യയും ഭർത്താവും എന്ന ഉത്തരവാദിത്വം മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന, നമ്മൾക്ക് ദൈവം നൽകിയ വിശ്വാസത്തെ അടുത്ത തലമുറയിലേക്കും അതിൻ്റെ അടുത്ത തലമുറകളിലേക്കും പകരേണ്ടവരാണ്. നമ്മുടെ തലമുറകളെ നയിക്കേണ്ടവരാണ്. അങ്ങനെ നയിക്കുന്ന ഒരു ഇടയനാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ നയിക്കുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളിൽ അന്ധത ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ നയിക്കും? ഓരോ പുരുഷനും, ഓരോ പിതാവും, ഓരോ ഭർത്താവും ആ കുടുംബത്തിൻ്റെ ആത്മീയ പിതാവാണ്, ആത്മീയ നേതാവാണ്. എൻ്റെ കുടുംബത്തിൽ ഞാൻ ആത്മീയമായി എൻ്റെ ഭാര്യയെയും മക്കളെയും നയിക്കേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ എന്നിലുള്ള അന്ധത ഞാൻ അകറ്റുന്നില്ലെങ്കിൽ ഞാൻ നയിക്കുന്നത് എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? അന്ധരെ നയിക്കുന്ന മാതിരിയായിരിക്കും.
ഈ ഒരു ആത്മീയ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ആത്മീയമായി വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മളിലുള്ള അന്ധത അകന്നാൽ മാത്രമേ നമ്മുടെ തലമുറയെയും വരാനിരിക്കുന്ന തലമുറയെയും നയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കേട്ട കഥയിലെ അല്ലെങ്കിൽ ആ സംഭവം ഒരു അമ്മച്ചി പങ്കുവച്ചതാണ്. ആ അമ്മച്ചിയുടെ ജീവിതത്തിലുണ്ടായ ആ തിക്ത അനുഭവം അവരുടെ ഉള്ളിൽ കിടന്ന് അവരിലൊരു അന്ധത ഉണ്ടായിരിക്കുകയാണ്. ആ അന്ധതയിലൂടെയാണ് അവർ നയിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അടുത്ത തലമുറയിലും അതുതന്നെ സംഭവിക്കുന്നു. നമ്മുടെ തലമുറയും അടുത്ത തലമുറയും ഏതുപോലെ ആകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളിൽ ഒരുപക്ഷെ ചില തഴക്കദോഷങ്ങൾ ഉണ്ടെങ്കിൽ ഈ തഴക്കദോഷങ്ങൾ അടുത്ത തലമുറയിൽ വരണമോ? എന്താ ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, വരണമോ? വേണ്ട. അതിനാരെന്ത് ചെയ്യണം? ആരാണ് അതിനെന്തെങ്കിലും ചെയ്യേണ്ടത്? നമ്മൾ തന്നെ ചെയ്യേണ്ടത്. നമ്മളിൽ ഉള്ള തഴക്കദോഷങ്ങൾ ഈ തലമുറയിൽ വെച്ച് മുറിച്ച് മാറ്റണം. ഇനി അടുത്ത തലമുറയിൽ ഇത് പകരപ്പെടരുത്. ഇത് നമ്മൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇവിടെ വെച്ച് നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മളിലുള്ള ആ പഴയ ദുരാശകളെ, ദുർമോഹങ്ങളെ, നമ്മളിൽ വന്നിരിക്കുന്ന തഴക്കദോഷങ്ങളെ മുറിച്ചു മാറ്റുകയാണെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ കുഞ്ഞുമക്കൾ ഒരു പുതിയ തലമുറയായിട്ട് മാറും. ഇങ്ങനെ ബാല്യകാലം മുതൽ നമ്മളിൽ പിതാവിനാൽ നടാത്തതായ ചെടികളുണ്ട്. ആ പിതാവിനാൽ നടാത്തതായ ചെടികളെല്ലാം പിഴുതു മാറ്റണം എന്നാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആന്തരിക അവസ്ഥയെ നമ്മൾ അറിയണം. നമ്മുടെ വ്യക്തിത്വത്തിലുള്ള ചില സ്വാധീനങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ അറിയണം. ഞാൻ ഇന്നലെ കോപസ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ വീണ്ടും ഇപ്പോൾ ഒരു ഉദാഹരണം വരികയാണ്. ഒരു ധ്യാനത്തിൽ ഏതാണ്ട് 65 വയസ്സായ ഒരു ചേട്ടൻ പങ്കുവച്ചതാണ്. അദ്ദേഹം പറയുകയാണ്, വളരെയധികം ധ്യാനം കൂടി, 10-15 ധ്യാനം കൂടിയിട്ടും അദ്ദേഹത്തിൻ്റെ കോപസ്വഭാവത്തിൻ്റെ മൂലകാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം വലിയ കോപമാണ്. മക്കളെയെല്ലാം, ഭാര്യയെയും മക്കളെയെല്ലാം വളരെയധികം ഉപദ്രവിക്കും. കോപം അങ്ങ് വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പക്ഷെ ഇതിൻ്റെ മൂലകാരണം കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് വിമോചനം കിട്ടുകയുള്ളൂ എന്നും അദ്ദേഹത്തിനറിയാം. പക്ഷേ ഈ മൂലകാരണം പലപ്പോഴും കുഞ്ഞുനാളിലുള്ള സംഭവങ്ങളുടെ മൂലകാരണം നമ്മൾ മറന്നുപോയിരിക്കും. അത് നമ്മുടെ അബോധ മനസ്സിലാണ് കിടക്കുന്നത്. ഈ അബോധ മനസ്സിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ അബോധ മനസ്സിൽ ആത്മാവ് കത്തി പടരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആന്തരിക വിശുദ്ധീകരണം എന്ന് പറയുന്നത് അബോധ മനസ്സിൻ്റെ വിശുദ്ധീകരണമാണ്. ആന്തരിക സൗഖ്യം എന്ന് പറയുന്നതിലും നമ്മുടെ മനസ്സിൻ്റെ സൗഖ്യം മാത്രമല്ല, നമ്മുടെ അബോധ മനസ്സിൻ്റെ സൗഖ്യമാണ്, ഉപബോധ മനസ്സിൻ്റെ സൗഖ്യമാണ്. അന്ന് ഈ ജ്യേഷ്ഠൻ വന്ന് പങ്കുവച്ചത് ഇതാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ അബോധ മനസ്സിനെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി എങ്ങനെയാണ് എന്നിൽ ഇത്രയും വലിയ കോപത്തിൻ്റെ ആസക്തി കടന്നുകൂടിയതെന്ന്. അത് പറഞ്ഞാൽ ഇത്തിരി മനപ്രയാസം ഉണ്ടാക്കാം, എങ്കിലും പറയാം. ഇദ്ദേഹം കുഞ്ഞായിരുന്നപ്പോൾ വീട്ടിൽ സാധാരണ വീടുകളിലുള്ള മാതിരി തന്നെ ഒരു കോഴിക്കൂടും കോഴിയും കുഞ്ഞുങ്ങളും കോഴിമുട്ടയൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ അപ്പനും വലിയ ദേഷ്യക്കാരനായിരുന്നു. അപ്പൻ ഒരു ദിവസം വന്നപ്പോൾ പെങ്ങന്മാർ അപ്പനോട് പറഞ്ഞു, ഇവൻ കോഴിമുട്ട കട്ടെടുത്ത് തിന്നു എന്ന് പറഞ്ഞു. കംപ്ലൈൻറ്റ് എന്താ? കോഴിമുട്ട കട്ടെടുത്തു. നമ്മുടെ വീട്ടിലെ കോഴി നമ്മുടെ വീട്ടിലെ മുട്ട എടുത്ത് കഴിക്കുന്നത് കട്ടെടുത്ത് വല്ലതാണോ? പക്ഷേ കട്ട്
എന്നുള്ള വാക്ക് കേട്ടോടി അപ്പന് കലി വന്നു. നീ ഇത്ര ചെറുപ്പത്തിലെ കട്ട എന്ന് പറഞ്ഞ് ഇവനെ അങ്ങ് വലിച്ചിട്ട് അങ്ങ് അടി അങ്ങ് തുടങ്ങി. അവൻ പറഞ്ഞു, ഞാൻ കട്ടില്ല, ഇല്ല നീ കള്ളനാണ്, നീ കട്ടു. അങ്ങനെ അവസാനം അവൻ പറഞ്ഞു, ഞാൻ ഒരു കോഴിമുട്ട എടുത്ത് ഞാൻ കഴിച്ചു. അപ്പം ഇത്രയും നേരം നീ നുണ പറയായിരുന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൻ അരിശം അങ്ങ് കയറിയിട്ട് ഇവനെ വലിച്ചു കൊണ്ടുപോയി ആ കോഴിക്കൂടിൻ്റെ അടുത്ത് കൊണ്ട് ചെന്നിട്ട് കവച്ചങ്ങ് നിന്ന് ഇവൻ്റെ തല കാലിൻ്റെ ഇടയിൽ വെച്ച് ഇവനെ വായ പൊളിച്ചിട്ട് കോഴിക്കാഷ്ടം എടുത്ത് ഇവൻ്റെ വായിൽ വെച്ചു കൊടുത്തു. അപ്പൻ ആ ദേഷ്യം ഉണ്ടായിട്ട് എന്താ ചെയ്യണേന്ന് അപ്പന് തന്നെ അറിഞ്ഞൂടാ. അപ്പം ആലോചിച്ച് നോക്കിയേ, ഇവൻ ഈ കോഴിക്കാഷ്ടം അകത്തങ്ങ് ചെന്നിട്ട് ഇവൻ്റെ കുടൽ വരെ അങ്ങ് ഛർദ്ദിക്കാൻ തുടങ്ങിയെന്നാ പറഞ്ഞു. ഛർദ്ദിച്ച് അവസാനം പറഞ്ഞു, ഇനി എനിക്ക് ഈ ജീവിതം വേണ്ട, എനിക്ക് ഈ അപ്പൻ വേണ്ട, ഈ വീട് വേണ്ട, ഈ പെങ്ങന്മാർ വേണ്ട, ഈ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോയി കടലിൽ പോയി ചാവാൻ വേണ്ടി കടലിൽ പോയി ചാടി. പക്ഷേ ചത്തില്ല. കടലിൽ നിന്നും തിരമാലകൾ തിരിച്ച് കരയ്ക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവിടെ നിന്ന് ആള് നാട് വിട്ടു പോവുകയാണ്. അങ്ങനെ നാട് വിട്ടു പോയി വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ തിരിച്ചു വരികയാണ്. ആരും ഈ കഥ പിന്നെ ആരും മിണ്ടിയില്ല. കാരണം ഈ കാര്യം ഓർക്കണ്ട, അത് ഓർമ്മയിൽ നിന്ന് പോയിട്ടുണ്ടാകാം. പക്ഷേ അതാണ് ഇയാളുടെ ഉള്ളിൽ കോപത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ജീവിതത്തിൻ്റെ ഒരു വികാരം ആ വ്യക്തി വളർന്നു വന്നപ്പോൾ ഇതുപോലെ തന്നെ തൻ്റെ മക്കളോടും തൻ്റെ ഭാര്യയോടും പെരുമാറാൻ തുടങ്ങിയാണ്. ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മുടെ അബോധ മനസ്സിൽ കിടക്കുന്ന പല വികാരങ്ങളുടെയും അടിമകളാണ് നമ്മൾ ഒരുപക്ഷെ ഈ ധ്യാനം കൂടിക്കഴിഞ്ഞ് നല്ല രീതിയിലൊന്ന് ജീവിക്കണം, സന്തോഷമായിട്ടൊന്ന് ജീവിക്കണമെന്ന് വിചാരിച്ചാലും ഈ അബോധ മനസ്സിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മൃഗീയമായ അല്ലെങ്കിൽ വളരെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ മൃഗീയം എന്ന് തന്നെ പറയാം എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റാതെ നമ്മളിൽ നിന്ന് ആ സ്വഭാവം മാറില്ല. മറ്റൊരാൾ പറഞ്ഞൊരു കഥയാണ്. ഈ ഭാഗത്ത് കുറച്ചങ്ങ് പടിഞ്ഞാട്ട് നീങ്ങി ഇരിഞ്ഞാലക്കുട മതിലകം ഭാഗത്ത് നടന്നൊരു സംഭവമാണ്. അദ്ദേഹം ധ്യാനത്തിന് വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ആ നാട്ടിലെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ വലിയ സന്തോഷം തോന്നി. എല്ലാവരും പറഞ്ഞു, എൻ്റെ പ്രാർത്ഥന കേട്ട്. കാരണം എല്ലാവരും ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ ആ സ്ഥലത്തെ ഒരു ചട്ടമ്പിയാണ്. അയാൾ ധ്യാനത്തിന് വന്നു. ധ്യാനത്തിൻ്റെ 2 ദിവസം ഇയാൾ ചട്ടമ്പിത്തരമൊക്കെ കാണിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 3-ാം ദിവസം ഇയാൾക്ക് വലിയ അനുഭവമായി. ഇയാൾ വന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്താ ഇയാൾ പറയാൻ പോണെന്ന്. പക്ഷേ എല്ലാവരും വന്ന് അവരുടെ അനുഭവം പങ്കുവെക്കാൻ പറഞ്ഞപ്പോൾ ഇയാൾ വന്നു. പറഞ്ഞത് എല്ലാവരെയും സ്തംഭിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇയാളുടെ തലയിലും അവിടെ ഇവിടെയും വലിയ വലിയ മുഴകളൊക്കെ ഉണ്ട്. തല്ലുകൊണ്ടതിൻ്റെയാണ്. തല്ല് കൊടുക്കുകയും കൊണ്ടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇയാൾ പറയാണ്, നിങ്ങൾക്കെല്ലാം എന്നെ അറിയാം. എന്തായിട്ടറിയാം? ഇവിടുത്തെ ഒരു ചട്ടമ്പി ചെറുക്കനായിട്ടറിയാം. പക്ഷേ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്നെ ആരാ ചട്ടമ്പി ആക്കിയെന്ന്. 4 വയസ്സായപ്പോൾ പുള്ളി പറയാണ്, 4 വയസ്സായപ്പോൾ എൻ്റെ അപ്പൻ എന്നെ എഴുത്തിനിരുത്താൻ ആശാനെയും വിളിച്ചു കൊണ്ടുവന്നു. എഴുത്തിനെ മണ്ണിൽ വരച്ചുകൊണ്ട്
ആന്ന് വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ വരച്ചു. പിന്നെ രണ്ടാമത് വരച്ചപ്പോൾ തെറ്റിപ്പോയി. മണ്ണിൽ രണ്ടാമത് ഞാൻ വരച്ചപ്പോൾ തെറ്റിപ്പോയി. അപ്പൻ അരിശം വന്നു. അപ്പൻ എൻ്റെ ചെകിട്ടത്തിട്ട് ഒറ്റ അടി അങ്ങ് തന്നു. ഏത്? ഈ 4 വയസ്സായ കൊച്ചിൻ്റെ ചെകിട്ടത്ത് അപ്പൻ്റെ കൈ. എന്താണ് കുറ്റം ചെയ്തത്? ഈ എഴുത്തിന് ആദ്യത്തെ വര വരച്ചു, രണ്ടാമത്തെ വരയ്ക്ക് തെറ്റിയതിന്. ഞാൻ ആ കൊച്ച് വാവിട്ട് കരഞ്ഞു, കരഞ്ഞു. അപ്പോൾ അപ്പന് കൂടുതൽ അരിശം വന്നു. കരച്ചിൽ നിർത്തടാ എന്ന് പറഞ്ഞ് ആ പൂഴി മണ്ണ് വാരി എൻ്റെ വായിൽ നിറച്ചു. ഞാൻ ശ്വാസം മുട്ടി കരയാൻ തുടങ്ങി. ശ്വാസം മുട്ടിക്കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. ഭാഗ്യത്തിന് അയൽവക്കക്കാരോ വന്ന് എന്നെ രക്ഷിച്ചു. അങ്ങനെ എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പഠിത്തം അതായിരുന്നു. അതോടുകൂടി എൻ്റെ പഠിത്തം അവസാനിച്ചു. പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വേറെ ഒന്ന് പഠിച്ചു. ഞാൻ അന്ന് എന്നെ വാസ്തവത്തിൽ വേറെ ഒന്നാണ് എൻ്റെ അപ്പം പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചത്? തല്ലാൻ പഠിപ്പിച്ചു. ഞാൻ അങ്ങനെ ഒരു വാടക തല്ലുകാരനായി മാറി. അതാണ് എന്നെ ചട്ടമ്പിയാക്കിയത്. ഇപ്പോഴീ ധ്യാനത്തിൽ വെച്ചാണ് എനിക്ക് ആ സംഭവം ഒരു ചിത്രം പോലെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങ് വരികയും ഞാൻ വാവിട്ട് കരയുകയും അങ്ങനെ എൻ്റെ അപ്പനോട് ഞാൻ ക്ഷമിക്കുകയും അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു കരിങ്കല്ല് എടുത്ത് മാറ്റിയ ഒരു അനുഭവം എനിക്കുണ്ടാകുകയും ചെയ്തു. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവിനാൽ നട്ടതല്ലാത്ത ചെടികളെല്ലാം ഞാൻ പിഴുതു മാറ്റും. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ കാണാം, പല സ്ഥലങ്ങളിൽ ഈ ആശയം എഴുതിയിട്ടുണ്ട്. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനം എന്ന് എഴുതിയിട്ടുണ്ട്. എന്നാൽ അതിനെ വിശദീകരിക്കുന്നുണ്ട്. 12-ാം അധ്യായം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരം പ്രാപിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ, പ്രത്യേകിച്ച് ആന്തരിക മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ചില ആസക്തികളാണ് നമ്മളെ ജീവിതത്തെ നയിക്കുന്നത്. വേറൊരു ഉദാഹരണം വരികയാണ്. വളരെ സമൂഹത്തിൽ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹെഡ് മിസ്ട്രസ് അവരെന്നോട് പറയാണ്, തോമസ്, എനിക്കൊരു വലിയ പ്രശ്നമുണ്ട്. എനിക്ക് ദേഷ്യം കയറിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഔട്ട് ഓഫ് കൺട്രോൾ ആകും, വികാരം കൊണ്ട് നിറയും. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ആരായാലും അവരുടെ മുടിക്ക് കയറി ഞാൻ പിടിക്കും. ആരാണ് ഈ പറയണത്? ഒരു വലിയ സ്ഥാപനത്തിലെ ഹെഡ് മിസ്ട്രസ്, വലിയ സമൂഹത്തിൽ വലിയ അന്തസ്സുള്ള ഒരു, ലോകം ആ പ്രദേശം മുഴുവനും ബഹുമാനിക്കുന്ന. അവർ പറയാണ്, ദേഷ്യം കയറിയാൽ
അടുത്ത് നിൽക്കുന്ന ആളുടെ മുടിക്ക് പിടിച്ച് പറിച്ചും എന്നിട്ട് ചുമരിൽ കൊണ്ടുപോയി ഇടിക്കും. എനിക്കറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റണേ. അത് കഴിഞ്ഞ് 2 നിമിഷത്തിനകത്ത് എനിക്ക് മനസ്സിലാവും, അയ്യോ ഞാൻ വലിയ തെറ്റ് ചെയ്തല്ലോ. ഞാൻ അവരുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കും. പക്ഷേ എന്തുകൊണ്ട് ഇതെനിക്ക് സംഭവിക്കുന്നു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പല സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്രന്മാരുടെ അടുത്ത് വരെ പോയി മരുന്ന് വരെ കഴിച്ചിട്ടും ഇതിന് കുറവില്ല. ഞാൻ പറഞ്ഞു അത് വളരെ നിസാര കാര്യമാണ്, വളരെ എളുപ്പം മനസ്സിലാക്കാവുള്ളൂ. എന്നിട്ട് ഞാൻ ഈ നമ്മുടെ വിശുദ്ധീകരണ പ്രാർത്ഥന, ഈ പേഴ്സണൽ പ്രെയർ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചില്ല, ആ പ്രാർത്ഥനയുടെ കടലാസ് അവർക്ക് കൊടുത്തു. ഇതെല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ അതാണ് ഇതിൻ്റെ മരുന്ന്. പക്ഷെ അതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെ അബോധ മനസ്സിൽ ഇത്തരത്തിലുള്ള ബാല്യകാല സംഭവങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, കർത്താവേ എന്നിൽ വസിക്കുന്ന കർത്താവേ. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മളിൽ വസിക്കുന്ന ദൈവത്തിനോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നമ്മിൽ വസിക്കുന്ന ദൈവം നമ്മെ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ദാഹിക്കുന്ന ദൈവം, നമ്മിലുള്ള എല്ലാ അശുദ്ധിയും എടുത്ത് മാറ്റുന്ന ദൈവമാണ്, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മുടെ എല്ലാ അശുദ്ധിയും എടുത്ത് മാറ്റും, എല്ലാ അശുദ്ധിയും. ആ ദൈവത്തിനെ സമർപ്പിച്ചു കൊണ്ട് പറഞ്ഞു, അബോധ മനസ്സിനെ സമർപ്പിക്കണു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ഈ സഹോദരി പറയുകയാണ്, ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അമ്മ ഇതുപോലെ തന്നെയാണ് എന്നോട് പെരുമാറിയിരുന്നത്. അമ്മയ്ക്ക് ദേഷ്യം കയറിയാൽ ആ സമയം പിന്നെ ഞങ്ങൾ പിള്ളേർ ആരും അമ്മയുടെ മുമ്പിൽ പോകില്ല. ആരെങ്കിലും അമ്മയുടെ മുമ്പിൽ ചെന്നാൽ അമ്മയ്ക്ക് ദേഷ്യം കയറിയാൽ അമ്മ തലമുടിക്ക് പിടിച്ച് കുലുക്കി ചുമരിൽ കൊണ്ടുപോയി തലയിടിക്കും. അതാണ് ഞാനും ഇപ്പോൾ ചെയ്യണത്. അതാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ.